എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടതായോ മറ്റാരെങ്കിലും അത്തരം എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും സൂചന വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ഭാഗം അവിടെ തിരുവനന്തപുരത്ത് അന്വേഷിക്കുന്നു. അതിൻ്റെ ബാക്കി പിന്നീട് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഈ പരിശോധനയിൽ സംശയാസ്പദമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റെക്കോർഡ്സ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് പറയാം. കുറച്ച് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. വിളിച്ചു വരുത്തുന്നത് ഇതേ വീട്ടിലേക്കല്ലേ അല്ലേ? അതെ അതെ അതെ. ഈ രേഖകൾ കിട്ടി ഇതുമായി ബന്ധപ്പെട്ട കേസിലാണോ അല്ല മറ്റേതെങ്കിലും കൈക്കൂലി കേസിലാണോ? കാരണം വേറെയും അതിപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ കഴിയില്ല. പിടിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് പൂർണ്ണമായി പരിശോധിച്ചാലേ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓരോ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ റൂമിൽ എന്താണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, ഓഫീസിലുണ്ട്. വേറെ 1-2 സ്ഥലം കൂടിയുണ്ട്. ഓഫീസിലുണ്ട് ഞങ്ങൾ. അതിപ്പോൾ ഇത് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതല്ല അതെ അതെ. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സ്പോട്ട് ട്രാപ്പ് ഉണ്ട്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ് അതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇപ്പോൾ 18 കഴിഞ്ഞു. ഇപ്പോൾ ഇത് 19ാമത്തെയാണ്. ഈ വർഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 19 ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. ഇനി ശക്തമായ നടപടിയായിട്ട് മുൻപോട്ട് പോകും. യെസ്, 3 മാസമായില്ല. 19 പരാതിക്കാരൻ എന്നാണ് ഇവിടെ വന്നത്? അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് പിന്നെ തിരുവനന്തപുരം അവിടെ പിടിച്ചവരൊക്കെ അറിയുള്ളൂ. അവരെ പിന്നെ വിജിലൻസ് ഡയറക്ടർ സാറെ സമീപിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടി, ഇയാളെ ഈ പണം മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചതായോ അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? റെയ്ഡ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അഴിമതിക്കെതിരെയുള്ള ശക്തമായിട്ട് വിജിലൻസ് മുൻപോട്ട് പോകും. പബ്ലിക് യാതൊരു തരത്തിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കരുത്. അഴിമതി കൈക്കൂലി വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ കൈക്കൂലി കൊടുക്കുന്നവരും കുറ്റക്കാരാണെന്നുള്ള കൃത്യമായ ഒരു അറിവ് ജനങ്ങൾക്കുണ്ടാവണം. ഒരു തരത്തിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടറുടെ കീഴിൽ സ്റ്റേറ്റ് പോലീസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളത്. അത് വിജിലൻസ് മുൻപോട്ട് കൊണ്ടുപോകും.